മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെടാ, നമ്മുടെ SSLC പരീക്ഷയിൽ, അതായത് ഇനി വരാൻ പോകുന്ന മോഡൽ പരീക്ഷയായാലും അതിനുശേഷം വരുന്ന നമ്മുടെ പബ്ലിക് എക്സാം ആയാലും ശരി, അതിൽ കുറേ കുട്ടികൾക്ക് പേടിയുള്ള ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് പരീക്ഷ അല്ലേ. അത് വേറൊന്നുകൊണ്ടല്ല, ഇംഗ്ലീഷിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, ഗ്രാമർ പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനാണ് മക്കൾക്ക് അല്ലേ. അപ്പോൾ എന്തായാലും മക്കളെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇംഗ്ലീഷ് പരീക്ഷയുടെ പാറ്റേണിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണുന്ന മക്കൾക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് A+ വാങ്ങാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും മക്കൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ് ചെയ്യാതെ കാണുന്ന വല്ല മക്കളുണ്ടെങ്കിൽ സബ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 80 മാർക്കിനാണ് ഇംഗ്ലീഷ് പരീക്ഷ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ചില കൂട്ടുകാരൊക്കെ ഇംഗ്ലീഷ് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻ ആവശ്യപ്പെടുന്നതായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ അപ്രീസിയേഷൻ തന്നെയാണ്, 5 മാർക്കിൻ്റെ അപ്രീസിയേഷൻ. വേറൊന്ന് റൈറ്റപ്പ് ഏതായിരിക്കും അല്ലെങ്കിൽ നറേഷൻ ഏതായിരിക്കും എന്നുള്ളതൊക്കെയാണ് കുട്ടികളുടെ മറ്റൊരു ആദി. പിന്നെ ഡയറി ഏതാണ്, ക്യാരക്ടർ സ്കെച്ച് ഏതാണ്, ലെറ്റർ ഏതാണ്, ഇങ്ങനെ നീളുന്ന കുട്ടികളുടെ ചോദ്യം. പക്ഷെ മക്കളെ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചാൽ മാത്രം നമുക്ക് A+ കിട്ടുമോ? ഇല്ല എന്നാണ് അതിൻ്റെ സത്യം. നിങ്ങൾക്ക് ഈ 80-ൽ വെറും 23 മാർക്ക് മാത്രമാണ് നിങ്ങൾ ഈ ഡയറിയും അപ്രീസിയേഷനും നറേഷനും അതേപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ഇതെല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് ആകെ കിട്ടും മക്കളെ 23 മാർക്കാണ്. അപ്പോൾ പിന്നെ ബാക്കി 57 മാർക്ക് എന്തിനാണ്? ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇപ്പോൾ ചില പ്രഡിക്ഷൻ നടത്തും. അപ്പോൾ ഞാനും പ്രഡിക്ഷൻ നടത്താറുണ്ട്, പലരും നിങ്ങൾക്ക് പ്രഡിക്ഷൻ നടത്താറുണ്ട്. ഈ പ്രഡിക്ഷൻ നടത്തുന്നവരിൽ ചിലർ, അതായത് അവർ ഇംഗ്ലീഷ് അധ്യാപകരാവണമെന്നില്ല, എന്നാലും ചിലർ ഇങ്ങനെ തള്ളി മറയ്ക്കാറുണ്ട്. എന്ത്, ഒരു തമ്പുന്നേൽ ഇങ്ങനെ കൊടുക്കും, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടും, 60 മാർക്ക് കിട്ടും എന്നൊക്കെ. ഒരു കണക്കിന് നോക്കുമ്പോൾ അവരുടെ പ്രഡിക്ഷനിൽ പറയുന്ന അതേ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. അതായത് ഇപ്പോൾ ഡയറി ആയാലും അതുപോലെ ലെറ്റർ ആയാലും ഈ പറഞ്ഞ ക്യാരക്ടർ സ്കെച്ച്, റൈറ്റപ്പ്, നറേഷൻ, അതേപോലെ തന്നെ നമ്മുടെ അപ്രീസിയേഷൻ, ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 50 മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. പക്ഷെ മക്കളെ, നമുക്ക് ആകെ 23 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്താൽ പറ്റുള്ളൂ, ബാക്കിയുള്ളത് ഓപ്ഷൻ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വലയിലൊന്നും മക്കൾ വീഴാതിരിക്കുക. അപ്പോൾ ഞാൻ ഞാൻ ഇന്ന ആളുടെ പ്രഡിക്ഷൻ കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ടീം പറയുന്ന പ്രഡിക്ഷൻ കേട്ട് കഴിഞ്ഞു, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡയറിയും ലെറ്ററും മറ്റുള്ളതൊക്കെ പഠിച്ചു, അപ്പോൾ എനിക്ക് 50 മാർക്ക് കിട്ടി എന്ന് നിങ്ങൾ ഒരിക്കലും മനക്കോട്ട കെട്ടരുത്. നിങ്ങൾക്ക് A+ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ പഠിക്കുക. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രഡിക്ഷന് വേണ്ടി കാത്തിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ആകെ തരാം വെറും 23 മാർക്ക് മാത്രമാണ്. അത് നമുക്ക് ഒരിക്കലും പറ്റില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മാർക്കിനായിട്ടുള്ളൂ അല്ലേ. അപ്പോൾ മക്കൾക്ക് എങ്ങനെ A+ കിട്ടുക, എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് പ്രകാരം പ്ലാൻ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻസ്, നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൻ്റെ എന്ത് ചെയ്യും, കുറച്ച് ഒരു പാസേജ് തരും, ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് ആ പാരഗ്രാഫ് 5 ക്വസ്റ്റ്യൻസ് തരും. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മക്കളെ. കാരണം നിങ്ങൾക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം അറിഞ്ഞാൽ, ഇനി പാഠഭാഗത്തിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ ഇംഗ്ലീഷൊക്കെ ആദ്യം മുതലേ നമ്മൾ 10 വരെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് വായിച്ചാൽ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് ഈ പാരഗ്രാഫിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ നോക്കിയാൽ 5 മാർക്ക് നമുക്ക് കാണാതെ പഠിക്കാതെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കിട്ടുന്ന മാർക്കാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കവിത, ഇതേപോലെ ഈ വരികളുടെ അർത്ഥങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചാൽ, നമുക്ക് ആകെ 5 കവിതകളേ ഉള്ളൂ അല്ലേ. ആ 5 പോയട്രികളുടെയും എന്ത് ചെയ്യുന്ന മീനിങ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് 4 ക്വസ്റ്റ്യൻ ഇതുപോലെ വരും. ആ 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ ചെയ്ത് വരും. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 9 മാർക്ക് നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല മക്കളെ. ഓക്കെ, ഒരു പ്രഡിക്ഷൻ്റെ ആവശ്യമില്ല, ഒരു പ്രഡിക്ഷനും ഒരു കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് 9 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആകെപ്പാടെ നമ്മൾ ചെയ്യേണ്ടത് പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 9 മാർക്ക് കിട്ടും. ഇതിൽ കവിതയെ തന്നെ നമുക്ക് ചിലപ്പം ഇതിൽ കണ്ടോ, പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ഗിവൺ ലൈൻസ് അല്ലേ. ഈ തന്നിരിക്കുന്ന വരികളിൽ സിമിലി കണ്ടെത്താൻ, സിമിലി നമുക്കറിയാം ലൈക്ക്, ആസ് വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ ഇതിൽ വരികളിൽ എവിടെയെങ്കിലും ലൈക്കോ ആസോ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് തന്നെ ഇവിടെ കണ്ടോ, ആസ് മെറി ആസ് ബേർഡ് അല്ലേ. ആ വരി എഴുതി വെച്ചാൽ 1 മാർക്കായി. ലൈക്ക് അല്ലെങ്കിൽ ആസ് വെച്ചുള്ള കമ്പാരിസൺ ആണ് സിമിലി. ചിലപ്പോൾ നിങ്ങൾക്ക് മെറ്റഫർ ചോദിക്കാം, അല്ലെങ്കിൽ വിഷ്വൽ ഇമേജ് ചോദിക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ഇത് അവിടെ കണ്ടോ, ഐഡന്റിഫൈ ദ റൈം സ്കീം ഇൻ ദ ഗിവൺ ലൈൻസ്. അപ്പോൾ ഇതിപ്പോൾ ബല്ലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റൈം സ്കീം നമുക്കറിയാം, ABCB എന്നുള്ളതാണ് ഇതിന്റെ റൈം സ്കീം. അപ്പോൾ ഇങ്ങനെ റൈം സ്കീം അല്ലെങ്കിൽ റൈം വേർഡ്സ് ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ചോദ്യം അല്ലെങ്കിൽ അലിട്രേഷൻ അല്ലേ, ഇതൊക്കെ ആയിരിക്കും കവിത എന്ന് വരിക. ഇതൊന്നും നമുക്ക് പ്രഡിക്ഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒരുപാട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ സംഗതികളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇതിനൊക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കവിതകളുടെ അലിട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, സിമിലി എങ്ങനെ കണ്ടുപിടിക്കുക, മെറ്റഫർ എങ്ങനെ കണ്ടുപിടിക്കുക, റൈം സ്കീം എങ്ങനെ കണ്ടുപിടിക്കുക, ഇതിനൊക്കെ വീഡിയോകൾ നിങ്ങൾക്ക് SLC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും മക്കളെ. അപ്പം ഇത്രയും സാധനങ്ങൾ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ 9 മാർക്ക് കിട്ടുന്ന. ഇനി അടുത്ത് നോക്കും മക്കളെ,
അതായത് ഇവിടെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ പാസേജാണ്, നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് തരും. അതിൽ തന്നെ ചിലപ്പം ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ് എന്നൊക്കെ പറയാം. ഇതിനൊരു കൃത്യമായ ടൈറ്റിൽ ഹെഡിങ് കൊടുക്കാനൊക്കെ പറയാം. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് എടുത്തുകൊണ്ട് ഹെഡിങ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു പാരഗ്രാഫ് വരും. ഇതും ഇംഗ്ലീഷ് വായിച്ചിട്ട് അർത്ഥം അറിയാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ 5 മാർക്കിന് ഉത്തരം കിട്ടും. കാരണം ഇതിനകത്തുണ്ടാവും. ഇനി ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ശരിക്കും വായിച്ചു നോക്കി അതുപോലത്തെ വാക്കുകൾ ഇതിലുണ്ടെങ്കിൽ ആ സെന്റൻസ് എഴുതിച്ചാലും ഏകദേശം ഉത്തരത്തിൻ്റെ അടുത്തേക്ക് എത്തും. അങ്ങനെയാണ് കുറേ ചെക്കന്മാർ ചെയ്യാന്നൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ ഇങ്ങനെ 5 മാർക്ക്. അപ്പം നമുക്ക് എത്ര ഈ 14 മാർക്ക് ആയില്ലേ അല്ലേ? 9 മാർക്ക് നേരത്തെ കിട്ടി, പിന്നെ 5 മാർക്ക് ഇവിടെ 14 മാർക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ കിട്ടി. ഇനി അടുത്ത് നോക്കും മക്കളെ, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ 26 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ എന്തെങ്കിലും ബോക്സിലോ അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങളുടെ പേരോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഹെഡിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് തരും. ഈസിയാണ്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും അല്ലേ? മേലെ തരുന്ന ആ ഡീറ്റെയിൽസിലുണ്ടാവും. അതും പുറത്തുനിന്ന് നമ്മുടെ പാഠഭാഗത്തു നിന്നല്ല. അപ്പോൾ 5 മാർക്കും കൂടി കൂട്ടിയാൽ 19 മാർക്ക്. അയ്യോ, ആലോചിക്കുക, 19 മാർക്ക് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് ഒരു പ്രഡിക്ഷനും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് അർത്ഥം വായിച്ചിട്ട് മനസ്സിലാക്കാവുന്ന കുട്ടിക്ക് കിട്ടുകയാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് മാക്സിമം അർത്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത് അല്ലേ? ഇനി അടുത്ത് നോക്കിയാൽ നമ്മുടെ ഇത് പ്രൊഫൈലിനൊക്കെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, പ്രഡിക്ഷൻ്റെ ആവശ്യമുണ്ടോ മക്കളെ? സിമ്പിൾ ഗ്രാമറുകളാണ്. കറക്റ്റായിട്ട് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതെന്താണ്, വില്യം വേർഡ്സ്വർത്തിൻ്റെ. അപ്പം ഇവിടെ നമുക്ക് ബോൺ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അയാളുടെ നോട്ടബിൾ വർക്ക്സ്, സ്പൗസ് എന്ന് പറഞ്ഞാൽ ഇണാന്നർത്ഥം, ഭാര്യ ഭർത്താവ് എന്നൊക്കെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ അയാൾ ജനിച്ച സ്ഥലമൊക്കെ തന്നിട്ടുണ്ട്. വേർഡ്സ്വർത്ത് ഒരു പോയറ്റാണ്. അപ്പോൾ എന്താ, വില്യം വേർഡ്സ്വർത്ത് എന്താ പോപ്പുലർ പോയറ്റ്, ഇംഗ്ലീഷ് പോയറ്റ് അല്ലേ? ഇംഗ്ലീഷുകാരനെ നമുക്കറിയാം. ഇംഗ്ലീഷ് പോയറ്റ് എന്താ, വാസ് ബോൺ ഓൺ, എന്നിട്ട് ആ ഡേറ്റ് എഴുതുന്നു, വർഷം എഴുതുന്നു അല്ലേ? എന്നിട്ട് ആ സ്ഥലം എഴുതുന്നു അല്ലേ? ഇന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ അറ്റ് എഴുതി ചെറിയ സ്ഥലം എഴുതിയിട്ട് പിന്നെ ഇന്ന് എഴുതിയിട്ട് വലിയ സ്ഥലം എഴുതുന്നു. ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ള കൃത്യമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാം. അതിനും നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യേണ്ട, പ്രഡിക്ഷൻ്റെ ആവശ്യമില്ല. അപ്പം മക്കളെ ഇതിന് 6 മാർക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 19 + 6 25 മാർക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് നോക്കിയിട്ട് എഴുതാൻ പറ്റിയ സാധനമാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ട, വേറെ ഒരു പ്രഡിക്ഷൻ ആവശ്യമില്ല, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കി, ഇംഗ്ലീഷ് പരീക്ഷയിൽ അത്രയും സിമ്പിളാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നോക്കി 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോട്ടീസ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ബുക്സ് ആർ ദ സ്റ്റെയർവേസ് ഓഫ് അവർ ഇമാജിനേഷൻ. നമ്മുടെ ഇമാജിനേഷൻ, സങ്കല്പത്തിലേക്കുള്ള സ്റ്റെയർവേസ്, പടികളാണ്, കോണിപ്പടികളാണ് പുസ്തകങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സെമിനാർ നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെടുന്നു. അതിനുവേണ്ടി ഒരു നോട്ടീസ് തയ്യാറാക്കാൻ, എന്ത് കുന്തത്തിനെ പറ്റി നോട്ടീസ് തയ്യാറാക്കുകയാണെങ്കിലും എങ്ങനെയാണ് നോട്ടീസ് തയ്യാറാക്കുക, എല്ലാത്തിനും ഒരേ പാറ്റേൺ ആണ്. ആ നോട്ടീസ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ആ സിമ്പിൾ സാധനം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇതും കിട്ടും. അതിന് നമുക്ക് എന്ത് ചെയ്യേണ്ട, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പ്രഡിക്ഷൻ്റെ ആവശ്യമില്ല അല്ലേ? അപ്പോൾ നോക്കിയാൽ ഇവിടെ തന്നെ ആക്കി 11 മാർക്ക് അല്ലേ? ഇനി അടുത്ത് നോക്കിയാൽ 6 ക്വസ്റ്റ്യൻസ്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു 2 രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വരിക. ഒന്നുകിൽ എന്ത് ചെയ്യുന്ന വിചാരിച്ചാൽ ഇതിവിടെ കണ്ടോ, അടിച്ച് മൈ സിസ്റ്റർ ഷൂസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ മാജിദ് മജീദി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധായകനാണ് മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അയാളോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു 6 ചോദ്യം, നിങ്ങളൊരു ഇൻ്റർവ്യൂ ആയിട്ട് 6 ചോദ്യം ചോദിക്കാനാണ് പറഞ്ഞത്. ഇതുപോലെ സത്യജിത്ത് റായിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ടോ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർത്തയെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അഡീച്ചയെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ടോ, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് ഒരു 6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അത് നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഏതാളെ വന്നു കഴിഞ്ഞാലും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ള തമ്പനയിൽ നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് കാണാൻ പറ്റും. അത് പഠിച്ചാൽ മതി. അതിന് നമുക്ക് പ്രഡിക്ഷൻ്റെ ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലല്ലാതെ കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിന് വന്ന പോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കാം. അതും നമുക്കപ്പോൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ട മെത്തേഡ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ചെയ്യും. ഇപ്പം നമുക്ക് ചെയ്യാൻ ടൈമില്ല. പക്ഷേ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേന് എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് തന്നാൽ അതിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കാമെന്ന് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രഡിക്ഷൻ്റെ ആവശ്യമില്ല. കാരണം ഏത് പാരഗ്രാഫ് വരുന്നൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് പാരഗ്രാഫ് വന്നാലും സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ പറ്റും അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്ത് മനസ്സിലായടാ, ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് ഏകദേശം 36 മാർക്കിനോളം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ ഉത്തരം കണ്ടെത്താവുന്ന, വല്ലാണ്ട് മെനക്കെടാതെ മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ? ഇനി മക്കളെ 21 മാർക്കിന് മക്കൾക്ക് ഈ ഗ്രാമറാണ്. ഇതാണ് നിങ്ങളുടെ A+ ഡിസൈഡ് ചെയ്യുക. ഈ ഗ്രാമർ പഠിക്കാതെ നിങ്ങൾ എത്ര ഡയറി പഠിച്ചുകൊണ്ടോ, നറേഷൻ പഠിച്ചതുകൊണ്ടോ, അപ്രീസിയേഷൻ പഠിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ പ്രഡിക്ഷൻ കിട്ടിയിട്ടും കാര്യമില്ല. ഈ ഗ്രാമർ 21 മാർക്കിനോളം നിങ്ങൾക്ക് ഗ്രാമർ വരും. ആ ഗ്രാമറുകളാണ്, ആ ഗ്രാമറിലൊരു 90% ശരിയാണോ, ആ
21 ഒരു 15 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് A+ കൺഫേം ആണ്, കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രാമറുകൾക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ സെൻറ്ററിലുള്ള കുട്ടികളോടായാലും എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, എന്ത് ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ A+ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രാമറിന് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ ഗ്രാമർ ചോദിക്കും, ഏതൊക്കെ എത്ര മാർക്കിന് ചോദിക്കുന്നു വെച്ചാൽ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നിങ്ങൾക്കൊരു കോൺവെർസേഷൻ തരും 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് അല്ലേ. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ചില ഗ്രാമറുകളാണ് വരിക. അതിൽ വരുന്ന ഗ്രാമറുകൾ എന്തൊക്കെയാണ്? ഒന്ന് ക്വസ്റ്റ്യൻ ടാഗ് വരും, പിന്നെ ഇഫ് ക്ലോസ് വരും, പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അതായത് ഉണ്ടാക്കാൻ വരും, പിന്നെ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വരും, അതേപോലെ ഹാഡ് ബെറ്റർ വരും അല്ലേ. ഇതിൽ ചെറിയ വേരിയേഷൻ ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. എന്തായാലും ഈ പറഞ്ഞ ഗ്രാമറുകൾ പഠിച്ചാൽ മക്കൾക്ക് 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് കൺഫേം ആയിട്ട് കിട്ടും. ഇതിൻ്റെ ഒക്കെ വീഡിയോകൾ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് നേരത്തെ പറഞ്ഞ SLC ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇതിൽ ഓരോ ടൈറ്റിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. വീഡിയോസ് കണ്ടാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് പഠിച്ചാൽ ആ മാർക്കും കിട്ടും. ഓക്കെ, ഇനി അപ്പം ഗ്രാമറിൽ 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് അങ്ങനെ കിട്ടി. ഇനി എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിൽ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുക, മുൻ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം വെച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടാൽ പിന്നെ എഡിറ്റിംഗിൽ നിങ്ങൾക്ക് മാർക്ക് പോകും കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത് ഫ്രേസൽ വെർബാണ്. ഫ്രേസൽ വെർബ് കഴിഞ്ഞ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിൽ കുട്ടികളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. പലപ്പോഴും മാഷന്മാർ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മോഡൽ എക്സാമും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അക്കാര്യത്തിൽ ഒരു കൺഫർമേഷൻ നോക്കാം. മോഡൽ എക്സാമിനും അതുപോലത്തെ കുനിഷ്ട് ഫ്രേസൽ വെർബുകളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിക് എക്സാമിന് എന്തൊക്കെ വരുമെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ ഇതിന് മുമ്പുള്ള പരീക്ഷകളിൽ, ഇതിനു മുമ്പും SLC പരീക്ഷയ്ക്കും ഓണപരീക്ഷയ്ക്കും ഒക്കെ വന്നിട്ടുള്ള സ്ഥിരമായി ചോദിക്കുന്ന ഫ്രേസൽ വെർബുകളുടെ പാറ്റേൺ ഉണ്ട്. ആ ഫ്രേസൽ വെർബുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ആ വീഡിയോകളും SLC ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നമുക്ക് കിട്ടും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 99% ഉറപ്പാണ് ആ രീതിയിലുള്ള ഫ്രേസൽ വെർബുകളാണ് ഇനി നിങ്ങൾക്ക് ഈ SLCക്കും പബ്ലിക് എക്സാമിന് മോഡൽ എക്സാമിനൊക്കെ ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ഏകദേശം 99% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആ ഫ്രേസൽ വെർബ് ഇപ്പോൾ പുട്ട് ഓൺ, പുട്ട് ഓഫ്, അതേപോലെ തന്നെ ഗെറ്റ് അവേ, ഗീവ് അവേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ 4 മാർക്ക് കിട്ടും. 4 മാർക്കിനോ 5 മാർക്കിനോ ഫ്രേസൽ വെർബ് വന്നേക്കാം. എന്തായാലും ടോട്ടൽ ഒരു 21 മാർക്കിനായിരിക്കും വരിക കേട്ടോ, അതെല്ലാം കൂടി. ഇനി അടുത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ എന്തൊക്കെ പ്രിപ്പോസിഷന്, കൺജക്ഷന്, ആർട്ടിക്കിൾ, റിലേറ്റീവ് പ്രൊനൗൺസ്, അതായത് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന്, ഓൺ, ഓഫ്, വിത്ത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഫില്ല് ചെയ്യാൻ. പിന്നെ കൺജക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്, ബട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഫില്ല് ചെയ്യാൻ. പിന്നെ ആർട്ടിക്കിൾസ് പറഞ്ഞാൽ എ, ആൻഡ്, ദ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. പിന്നെ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഹൂ, ഹൂം, ഹൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ദാറ്റ്, വിച്ച് അല്ലേ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇതിലേതെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് 4 മാർക്കിന് ചോദിക്കും അല്ലേ. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അത് 2 മാർക്കിന് ചോദിക്കും. പിന്നെ നൗൺ ഫ്രേസ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ് 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ വരും അല്ലേ, ചിലപ്പോൾ 3 മാർക്കിന് വരും. അപ്പോൾ എന്തായാലും 21 മാർക്കിന് ഈ പറഞ്ഞിട്ടുള്ള ഗ്രാമറുകൾ, ഇതിനപ്പുറത്തേക്കൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇത്രയും ഗ്രാമറുകൾ മക്കൾ, ഇതിനൊക്കെ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ഇനി ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യുക സാധനങ്ങളെല്ലാം നിങ്ങൾ ഗ്രാമറുകളൊക്കെ മക്കൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഞാനിതാ എഴുതി ഒപ്പിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ബാക്കിയുള്ളവരൊന്നും വല്ലാണ്ട് മാർക്കൊന്നും പോകില്ല മക്കളെ. ഓക്കെ, അപ്പം ഈ ഗ്രാമറും അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളും കൂട്ടിയാൽ 57 മാർക്കായി. ഇനി നമുക്ക് നോക്കാം 23 മാർക്ക് എവിടെയാണ്. ആ 23 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും, പറഞ്ഞുതരാം. ആദ്യം തന്നെ മക്കൾ പഠിക്കേണ്ടത് അപ്രീസിയേഷൻ അല്ലേ. നമുക്ക് ആകെ പഠിക്കാനുള്ളത് 5 കവിതകളാണ് മക്കളെ. ഏതൊക്കെ 5 കവിതകൾ? ഒന്ന് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, മറ്റൊന്ന് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, പിന്നെ ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, പിന്നെ പോയട്രി മദർ ടു സൺ. ചില കുട്ടിയൊക്കെ ഉണ്ടാക്കി എഴുതാനൊക്കെ സിമ്പിളായിട്ട് അറിയാവുന്ന കുട്ടികളായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടും. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ മാർക്ക് കുറച്ചതുണ്ടാവും. പക്ഷേ പബ്ലിക് എക്സാമിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും ചെറുതായിട്ട് ഗ്രാമർ മിസ്റ്റേക്കിനൊന്നും മാർക്കൊന്നും കുറയില്ല. നല്ലൊരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണ് നിങ്ങൾക്ക് പ്രാവശ്യം പരീക്ഷയ്ക്ക് വരുന്നെങ്കിൽ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, പിന്നെ കോമട്ട് എ നോട്ട് ഓഫ് ഒരു ഐഫോൺ ഇട്ടിട്ട് എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഹെഡിങ് കൊടുക്കുക. ഇപ്പോൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എങ്കിലും ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്താണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ നാച്ചർ പോയം റിട്ടൺ ബൈ എന്താണ് വില്യം വേർഡ്സ്വർത്ത്, അല്ലെങ്കിൽ ദ ഇംഗ്ലീഷ് പോയറ്റ് വില്യം വേർഡ്സ്വർത്ത്. അങ്ങനെയൊക്കെ ഒരു എഴുത്തുകാരനെ മെൻഷൻ ചെയ്യുന്നു. അതിൻ്റെ തീം പറയും ദ പോയം ഡീൽസ് വിത്ത് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്തെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ തീം കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയതാ തന്നിട്ടുള്ള വരികൾ, കുറച്ച് വരികൾ തരും. ആ വരികളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ദീസ് ലൈൻസ് ആർ വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ് കണ്ട് ഉണ്ടാക്കി എഴുതിയാൽ തന്നെ ഉണ്ടാക്കി എഴുതുന്ന കുട്ടിയൊക്കെ മാർക്ക് കിട്ടും. അങ്ങനെ ഉണ്ടാക്കി എഴുതാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ അപ്രീസിയേഷൻ നമ്മുടെ ചാനലുണ്ട്, വളരെ ഷോർട്ടായിട്ട്. ഇനിയും ഞാൻ പബ്ലിക് എക്സാം
ആകുമ്പോഴത്തേന് അതൊന്നും കൂടി ഷോർട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ തരുന്നുണ്ട്. ഈ 5 അപ്രീസിയേഷനും പഠിച്ച് കഴിഞ്ഞാൽ മക്കൾ സേഫായി. ഇതിലൊന്ന് 5 മാർക്കിന് എന്തായാലും ചോദിക്കും. പല കുട്ടികൾക്കും ഇതിൻ്റെ പ്രഡിക്ഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. മക്കൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇതിൽ ഈ 5 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങും ബallad ഓഫ് ഫാദർ ഗില്ലിഗണുമാണ്. ഓക്കെ, പക്ഷേ നമ്മൾ കൊല്ലപ്പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യരുത്, നമ്മൾ പ്രഡിക്ഷന് വേണ്ടി മാത്രം കാത്തിക്കരുത്. എന്നാലും മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇനി കറക്കി കുത്തി പഠിക്കണം, എല്ലാം പഠിക്കാൻ പറ്റില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങും ബallad ഓഫ് ഫാദർ ഗില്ലിഗണും മദർ ടു സണ്ണും എന്തായാലും പഠിച്ചിരിക്കണം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചാൻസ് കൂടുതലാണ്. അത് മോഡലിനായാലും പബ്ലിക്കിനായാലും ചാൻസ് കൂടുതലാണ് എന്ന് വിചാരിച്ചൊരിക്കലും ബ്ലോയിങ് ഇൻ ദ വിൻഡും പോയട്രിയും ഒഴിവാക്കരുത്. പഠിക്കാൻ പറ്റുമെങ്കിൽ 5ഉം പഠിക്കുക, അതാണ് സേഫ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാളത് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊന്നും പഠിച്ചില്ല എന്ന് പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കൊല്ലപ്പരീക്ഷയാണ്, നമ്മൾ റിസ്ക് എടുക്കരുതല്ലോ. എന്നാലും എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങും ബallad ഓഫ് ഫാദർ ഗില്ലിഗണും മദർ ടു സണ്ണും ആണെന്ന് ഞാൻ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ അപ്രീസിയേഷൻ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കുക. അപ്പോൾ നമുക്കൊരു 5 മാർക്ക് കിട്ടി. ഇനി നമുക്ക് ആകെപ്പാടുള്ളത് മക്കളെ 18 മാർക്കാണ്. ആ 18 മാർക്ക് മക്കളെ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുക? ഇതാ ഇനി പറയുന്ന ഈ സാധനങ്ങളിലാണ്. എന്താ, ഒന്ന് നെറേറ്റീവ് അല്ലെങ്കിൽ റൈറ്റപ്പ്, അതും അല്ലെങ്കിൽ റിവ്യൂ. 7 മാർക്കിന് ചോദിക്കും. 2 ക്വസ്റ്റ്യൻ വരും, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നുകിൽ നെറേറ്റീവും റൈറ്റപ്പും ചോദിക്കും, അല്ലെങ്കിൽ നെറേറ്റീവും റിവ്യൂവും ചോദിക്കും, അല്ലെങ്കിൽ റൈറ്റപ്പും റിവ്യൂവും ചോദിക്കും. റൈറ്റപ്പ് റിവ്യൂ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശമൊക്കെ സെയിം ആണ്. എന്തായാലും 2 ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൽ ഒന്ന് എഴുതാനാണ് 7 മാർക്ക് അല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു 1.5 പുറം അല്ലെങ്കിൽ 2 പേജ് അപ്പുറത്തും ഇപ്പുറത്തും അത്ര മതി ഇതിന് അല്ലേ. പാരഗ്രാഫ് തിരിക്കണം, അതേപോലെ തന്നെ ഹെഡിങ് കൊടുക്കണം, നല്ല വൃത്തിയിൽ എഴുതുക. ഇതൊക്കെയാണ് ഇതിൻ്റെ 7 മാർക്ക് ഇട്ടുള്ള മാനദണ്ഡം. അപ്പോൾ അതൊക്കെ കുറേ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് 2 പാരഗ്രാഫൊക്കെ പഠിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെയുള്ള പാരഗ്രാഫ് അതും ഇതൊക്കെ കൂട്ടിക്കുവച്ചുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടിക്കുവച്ചുകൊണ്ട് എഴുതി വെച്ചിട്ട് ആരും ഇതൊന്നും ഫുള്ള് വായിച്ചേക്കാൻ പോണില്ല. ആദ്യത്തെ ഒരു 1-2 പാരഗ്രാഫും അവസാനത്തെ ഒരു പാരഗ്രാഫും എല്ലാ പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെയൊക്കെ ശരിയാക്കിയാൽ മതി. അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുത്തിച്ചേരി കൊടുത്താലൊന്നും നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എന്തായാലും പഠിക്കാൻ പറ്റുന്നവരാണെങ്കിലും ഉണ്ടാക്കി എഴുതാൻ പറ്റുന്നവരാണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ റൈറ്റപ്പ്, അതേപോലെ നറേഷൻ, പിന്നെ ഡയറി, അതേപോലെ ക്യാരക്ടർ സ്കെച്ച്, ലെറ്റർ, ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇനി ഞാൻ പറയുന്ന ഈ ചാപ്റ്ററുകൾ എന്നാണ്. അതായത് ഒന്ന് നെവർ നെവർ നെസ്റ്റ്, അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ, വാങ്ക, കാസ്റ്റവേ, സ്കോളർഷിപ്പ് ജാക്കറ്റ്, പ്രൊജക്ട് ടൈഗർ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, ഡേഞ്ചേഴ്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഈ പറഞ്ഞ ചാപ്റ്ററുകളിൽ നിന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് നറേഷൻ ആയാലും റൈറ്റപ്പ് ആയാലും റിവ്യൂ ആയാലും അതേപോലെ തന്നെ നമ്മുടെ ഈ ക്യാരക്ടർ സ്കെച്ച്, അതേപോലെ ഡയറി, ലെറ്റർ, ഈ പിന്നെ പാരഗ്രാഫ്, അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇതൊക്കെ ചോദിക്കുക ഈ പറഞ്ഞ ചാപ്റ്ററുകൾ എന്നാണ്. ഇതിൽ തന്നെ മക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, അതായത് ഒഴിവാക്കാൻ പാടില്ലാത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ, വാങ്ക, കാസ്റ്റവേ, സ്കോളർഷിപ്പ് ജാക്കറ്റ്, പ്രൊജക്ട് ടൈഗർ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡ്. ഇത്രയും ചാപ്റ്ററുകളുടെ എങ്കിലും സമ്മറികൾ മക്കൾ പഠിച്ചു വെച്ചാൽ ഉറപ്പാണ് ഞാൻ പറയുന്നു മക്കൾക്ക് നറേഷനോ റൈറ്റപ്പോ അല്ലെങ്കിൽ റിവ്യൂ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡയറി അല്ലെങ്കിൽ ലെറ്റർ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതേപോലെ പാരഗ്രാഫ് റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്. ഓക്കെ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചാപ്റ്ററുകൾ ഏറ്റവും മിനിമം നിങ്ങൾ സമ്മറി പഠിച്ചു വെക്കുക. സമ്മറി പഠിക്കാൻ ഒരുപാടൊന്നും പഠിക്കേണ്ട, നിങ്ങൾക്ക് 2-3 പാരഗ്രാഫിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഇതിൻ്റെയൊക്കെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള സമ്മറി ഞാൻ പബ്ലിക് എക്സാം ആകുമ്പോൾ തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതെങ്കിലും പഠിക്കുക. നേരത്തെ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഉണ്ടാക്കി എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആദ്യം വായിച്ചു വെക്കുക. പിന്നെ പല കുട്ടികൾക്കും പറ്റുന്ന അബദ്ധം എന്താ പറയുക മക്കളെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി എഴുതാനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും, ഇംഗ്ലീഷ് എല്ലാം അറിയുന്ന കുട്ടികളായിരിക്കും. പക്ഷേ അങ്ങനത്തെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്തായിരിച്ചാൽ ആലോചിച്ചാലോചിച്ച് ഇപ്പോൾ അപ്രീസിയേഷൻ വരെ ഉണ്ടാക്കിയിരുന്ന കുട്ടികളുണ്ട്. പക്ഷേ കുഴപ്പം ധരിച്ചാൽ ആലോചിച്ച് സമയം തികയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം തലമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റുന്നൊക്കെ കാണാതെ പഠിക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാം. മറ്റ് പരീക്ഷകൾ ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടൈം പോണത് അറിയില്ല. ഓക്കെ, സംഗതിയൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാനറിയാം, നിങ്ങൾ മിടുക്കന്മാരാണ്. പക്ഷേ സമയം കൂടി മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോൾ സമയം ലാഭിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം കാണാതെ പഠിക്കാൻ പറ്റുന്നത് കാണാതെ പഠിക്കുക. ഈ അപ്രീസിയേഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയില്ല, 5 എണ്ണത്തിലൊന്നും വരുന്നുള്ളേ. അപ്പോൾ അതൊക്കെ കാണാതെ പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ കാണാതെ പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും സമയം ഒപ്പിച്ച് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, വല്ല ന്യൂസ് പേപ്പറിലെങ്കിൽ ന്യൂസ് പ്രിന്റിലൊക്കെ എന്ത് ചെയ്യുക, എഴുതി ഒന്ന് നോക്കുക. ഓക്കെ, ടൈം ഒപ്പിച്ച് എഴുതാൻ പറ്റുന്നുണ്ടോ, എനിക്ക് ആലോചിച്ചിട്ട് പെട്ടെന്ന് ആലോചിച്ച് കിട്ടുന്നുണ്ടോ എന്ന് അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം. അത്ര നിങ്ങൾ ചെയ്തില്ലേ പരീക്ഷകളെന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ ആലോചിച്ചുണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടാതെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററുകൾ ഓർത്ത് വെച്ചുകൊണ്ട് ഈ ചാപ്റ്ററുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സമ്മറികൾ പഠിച്ചേക്കുക. ഇതിന് ഞാൻ ഒന്നും ഒഴിവാക്കാത്ത എന്താ വിചാരിച്ചാൽ ചിലപ്പോൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരും. അപ്പോൾ ചിലപ്പോൾ ഒന്നിൽ നിന്ന് നറേഷൻ വരും, ഒന്നൊന്ന് റൈറ്റപ്പ് വരും, മറ്റൊന്ന് ന്യൂസ് റിപ്പോർട്ട് വരും, മറ്റൊന്ന് ക്യാരക്ടർ സ്കെച്ച് വരും, മറ്റൊന്ന് ഡയറി വരാം, മറ്റൊന്ന് ലെറ്റർ വരാം. അപ്പോൾ അതുകൊണ്ട് ഒരു ചാപ്റ്റർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ചിലപ്പോൾ മാക്സിമം ചിലപ്പോൾ ഏതോ ഒരു ചാപ്റ്റർ ഇട്ട് ഒഴിവായി എന്ന്
വരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്ററുകൾ നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ സമ്മറി പഠിച്ചാൽ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 7 മാർക്കിൻ്റെ ചോദ്യം. ഇനി അടുത്ത ഡയറിയാണ്. ഡയറിൻ്റെ കാര്യത്തിൽ 5 മാർക്കിനാണ് ഡയറി വരിക. 5 ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്ററുകളിൽ നിന്നൊക്കെയാണ് ഡയറി ചോദിക്കുക. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർത്തയുടെ ഡയറി വന്നാലും, അല്ലെങ്കിൽ ജോണിൻ്റെ ഡയറി വന്നാലും, അല്ലെങ്കിൽ നീലകണ്ഠൻ്റെ ഡയറി വന്നാലും, കിരണിൻ്റെ ഡയറി വന്നാലും, ആരുടെ ഡയറി ചോദിച്ചാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു ഫോർമാറ്റ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർമാറ്റാണ്. ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള സമ്മറിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോ അതിൽ ചേർത്ത് കൊടുത്താൽ എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി എഴുതാൻ പറ്റുന്നവർ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഡയറി വളരെ സിമ്പിളാണ്. ഒരു 1/2 പേജോ അല്ലെങ്കിൽ 3/4 പേജോ ഉണ്ടായാൽ നല്ല വൃത്തിയിലെ ഫോർമാറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. അതെല്ലാം നമ്മുടെ ഫോർമാറ്റ് മാത്രം പഠിച്ചിട്ടുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിർത്തുകാണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് വിചാരിച്ചോ, എന്നാൽ പോലും ഈ 5 ഒരു 4 മാർക്ക് വരെ നിങ്ങൾക്ക് കൂളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മക്കളെ ഡയറിനെ കുറിച്ചൊന്നും നിങ്ങൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞാൽ ഈ റൈറ്റപ്പ് ഉണ്ടല്ലോ, ഇതിൽ 7 മാർക്ക് നിങ്ങൾ രണ്ട് പേജ് എഴുതി. ആ 2 പേജിൽ ആദ്യത്തെ 2 പാരഗ്രാഫ് അടിപൊളിയാണ്, ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫ് അടിപൊളിയാണ്, അതിൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെയോ നിങ്ങളിങ്ങനെ കുത്തി ചീരിട്ടതാണ്. എന്നാൽ പോലും നിങ്ങൾക്ക് ആ 7ൽ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് എന്തായാലും കിട്ടും. വൃത്തിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലും, ഫസ്റ്റ് ലെറ്ററൊക്കെ ക്യാപിറ്റൽ ആണെങ്കിലും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഹെഡിങ് എഴുതിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, പാരഗ്രാഫ് തിരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 5 മാർക്ക് 6 മാർക്ക് എന്തായാലും കിട്ടും. സോ ചുരുക്കി പറഞ്ഞാൽ 23 മാർക്കിൽ ഈ അപ്രീസിയേഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ആ അപ്രീസിയേഷൻ ഒഴിവാക്കിയാൽ 18 മാർക്കാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഡയറി, ലെറ്റർ, ക്യാരക്ടർ സ്കെച്ച് ഇതെല്ലാം കൂടി 18 മാർക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇതെല്ലാം വന്നിട്ട് എല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ 18 മാർക്കിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. പ്രൊഫൈലൊക്കെ നമ്മൾ വേറെ കണ്ടിട്ടോ. പ്രൊഫൈലൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം പറഞ്ഞാൽ പ്രൊഫൈൽ നോട്ടീസൊന്നും ഒരിക്കലും വിടരുത്. ഇതിലൊക്കെ എന്തായാലും മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞ പാടത്തുനിന്ന് കാണാൻ പഠിച്ച് എഴുതേണ്ട ഈ ക്വസ്റ്റ്യൻസിന് 18 മാർക്കിന് നിങ്ങൾക്ക് ഇനി എഴുതാൻ പറ്റുള്ളൂ. ആ 18ൽ നിങ്ങൾ ഇനി എന്തൊക്കെ പൊട്ടത്തരം എഴുതി വെച്ച് കഴിഞ്ഞാലും ഫോർമാറ്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 14 മാർക്കെങ്കിലും എന്തായാലും കിട്ടും. ഓക്കെ, ആ 14 മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഗ്രാമറിലും ഒരു 21ൽ ഒരു 15 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് പഠിക്കുക. വെറുതെ നിങ്ങൾ പ്രഡിക്ഷൻ്റെ ഒക്കെ വൈത്തിൽ നടന്നുകൊണ്ട് വെറുതെ ടൈം കുറേ ചിലവാക്കരുത്. ഞാൻ പറഞ്ഞ സാധനങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ലെറ്ററാണ്. ലെറ്ററിന് ഇതേമാതിരി ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് വന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു 3 മാർക്കിൻ്റെ മേലെ കിട്ടും. പിന്നെ അതിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചീരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 മാർക്ക് കൺഫേം ആയിട്ട് കിട്ടും. ചിലപ്പോൾ ലെറ്റർ 6 മാർക്കിനും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 5 മാർക്കിനും ചോദിക്കാറുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സമ്മറികൾ പഠിച്ചവർക്ക് ലെറ്ററും അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ലെറ്റർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ചാപ്റ്റർ എന്നല്ലേ വരിക, അപ്പോൾ ലെറ്ററിലെ കണ്ടന്റും അതിൻ്റെ എഴുതാൻ കഴിയും. ഇനി അടുത്ത ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ച് ഏതൊക്കെ വരും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇതുവരെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഷോർട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു ഉടായ്പ പരിപാടികളും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നും കൂടി നമുക്ക് പബ്ലിക് എക്സാം മുഖത്തിന് ചെയ്തിട്ടുണ്ട്. അത് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് മിസ്സാവില്ല. പിന്നെ അടുത്ത് ന്യൂസ് റിപ്പോർട്ട് അതേപോലെ തന്നെ പാരഗ്രാഫാണ്. ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഈ റൈറ്റപ്പ് നറേഷനൊക്കെ പഠിക്കാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് പഠിച്ചാൽ അത് തന്നെ നിങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ടായിട്ട് എഴുതാം, പാരഗ്രാഫായിട്ട് എഴുതാം. ഓക്കെ, ഈ പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റപ്പിൻ്റെ ഒരു മിനിയാണ്. ഓക്കെ, റൈറ്റപ്പ് നിങ്ങൾക്ക് 2 പേജ് എഴുതണമെങ്കിൽ പാരഗ്രാഫ് 1 പേജ് എഴുതിയാൽ മതി. അത്രേ വ്യത്യാസമുള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സെയിം കണ്ടന്റ് ഒന്ന് ചെറുതാക്കിയാൽ മതി. അപ്പോൾ ആ ചാപ്റ്ററുകളുടെയൊക്കെ സമ്മറി പഠിച്ച ഒരാൾക്ക് പാരഗ്രാഫ് ഒരു വിഷയമേ ആവില്ല. ഓക്കെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ടും വലിയ വിഷയമാവില്ല. ഓക്കെ, അതേ സാധനം തന്നെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ദെൻ ഇനി ഇത് എഴുതേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. കാരണം ഈ 6 മാർക്കിൻ്റെ ചോദ്യം മൊത്തം നിങ്ങൾക്ക് 5 എണ്ണം തന്നിട്ട് അതിൽ 3 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതിലൊരെണ്ണം ഏതായിരിക്കും, നമ്മുടെ പ്രൊഫൈലായിരിക്കും, മറ്റൊന്ന് ഏതായിരിക്കും, നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് വരുന്നതുകൊണ്ട് പ്രൊഫൈലൊക്കെ നമ്മൾ എന്തായാലും എഴുതും. പിന്നെ വേറെ നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. ആ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും പ്രൊഫൈലും നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്തുകൊണ്ട് എഴുതും അല്ലേ. പിന്നെ നമുക്ക് എന്താ ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ 2 എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് ന്യൂസ് പേപ്പർ ഏതാ വരിക, അല്ലെങ്കിൽ എന്താണ് പാരഗ്രാഫ് ഏതാ വരിക, ഇങ്ങനൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ വരുമെന്ന് ഉറപ്പുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യം പ്ലാൻ ചെയ്യുക. ക്യാരക്ടർ സ്കെച്ച് പഠിച്ചേക്കുക, അതേപോലെ തന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് പഠിച്ചേക്കുക, നോട്ടീസ് മേക്കിംഗ് പഠിച്ചേക്കുക, ഡയറിൻ്റെ ഫോർമാറ്റ് പഠിച്ചേക്കുക, ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിച്ചേക്കുക, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്ററുകളുടെ സമ്മറികൾ പഠിച്ചേക്കുക. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടി. അപ്പോൾ അതുകൊണ്ട് മക്കളെ ടെൻഷൻ അടിക്കേണ്ട. ഇതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇംഗ്ലീഷ് പേപ്പർ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാമെന്ന് കൃത്യമായിട്ട് ഐഡിയ കിട്ടിയില്ല മക്കളെ. എനിക്ക് വയ്യ, ഞാൻ ഒരുപാട് ക്ലാസ് കഴിഞ്ഞ് വന്നുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ വളരെ സ്ലോയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ ഓൾ ദ ബെസ്റ്റ്.